യാത്രകളോട് കമ്പമുള്ള എനിക്ക് എല്ലാ സ്ഥലങ്ങളും. ഇപ്പം എടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോകണം. ഇവിടെ ഓട്ടോ ഒന്നും ഇല്ല. ഞാൻ വന്ന് ഫ്രഷ് ആകുമ്പോഴത്തേക്കും വൈകി. ഒന്ന് ലുലു ഇവിടെ ഒരു പോയിൻ്റ് പറഞ്ഞില്ല, അവിടത്തേക്കാണ് പോകേണ്ടത്. ഓട്ടോ കിട്ടുന്ന ലക്ഷണം ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ നാട്ടിലെ കിഴൂര് അതുപോലെ കുഞ്ഞു റെയിൽവേ സ്റ്റേഷൻ അതുപോലത്തെയാണ്. ഇവിടെ വണ്ടി സ്റ്റോപ്പില്ലായിരുന്നു, പിടിച്ചിട്ടപ്പോൾ ഞാൻ ഇറങ്ങിയതാണ് പെട്ടെന്ന്. സർപ്രൈസ് ആക്കണം, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് സർപ്രൈസ് ആക്കാനാണ് മാസ്ക് ഇട്ടത്. അവിടെ ചെന്നിട്ടാകുമ്പോൾ എന്നെ മനസ്സിലായണം. അപ്പോഴിത് ഓട്ടോയിൽ നമ്മുടെ വനിതാ തിയേറ്ററിലോട്ട് പോകുന്ന വഴിക്ക് എടപ്പള്ളി റോഡിലൂടെയുള്ള വ്യൂസാണ്. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. കാരണം എടപ്പള്ളി എന്ന് കേട്ടിട്ടുണ്ട്. മുൻപൊരിക്കൽ അമൃത ഹോസ്പിറ്റലിൽ പോയതല്ലാതെ നമ്മൾ ടൗണിലൂടെ അങ്ങനെ കറങ്ങിയിട്ടൊന്നുമില്ല. അമൃത ഹോസ്പിറ്റൽ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണല്ലോ. അപ്പോൾ ഇത് എടപ്പള്ളി റോഡിലൂടെ പോകുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സൈഡിലൊക്കെ. അതാണ് ഞാൻ വീഡിയോയിൽ പകർത്തിയത്. കണ്ടാസ്വദിക്കുക എടപ്പള്ളി കാണാത്തവർക്കായിട്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കായിട്ട് നമ്മുടെ ലുലു മാള് കാണാം. എടപ്പള്ളിയിലെ ലുലു മാള് അതാണിത്, കണ്ടോളൂ. അതൊക്കെ ഇങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടു. അപ്പോൾ എന്നോട് 10 മണിക്കാണ് അവിടെ എത്താൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ കുറച്ച് പങ്ക്ച്വാലിറ്റീൻ്റെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. 9:30 തന്നെ ഞാൻ അവിടെ എത്തി. എല്ലാവരും വരുന്നതേ ഉള്ളൂ. ഞാൻ തിയേറ്ററിൻ്റെ അവിടെ എല്ലാവരും ഇരിക്കുന്ന സീറ്റിലോട്ട് കയറിയിരുന്നു. അവിടെ എത്തിയതിന് ശേഷം അവരൊക്കെ വിളിച്ചു, ഞാൻ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ജോൺസൺ, മഞ്ഞളി അവരും ഫാമിലിയും അവരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. വിളിച്ച് വന്നുകൊണ്ടിരിക്കുകയെന്ന്. ഇത്ര പെട്ടെന്ന് എത്തിയോന്ന് ചോദിച്ചു. ഞാൻ കാസർഗോഡ് നിന്ന് വരുന്നതാണല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞു ഞാൻ പങ്ക്ച്വലാണ്, കൃത്യസമയത്തിന് മുന്നേ എത്തുമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് തിയേറ്റർ, എടപ്പള്ളിയിലെ വനിതാ തിയേറ്ററാണിത്. അപ്പം ഓട്ടോക്കാർക്ക് പറഞ്ഞ പെട്ടെന്ന് മനസ്സിലായി, അവിടെ കൊണ്ടുപോട്ടു. എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രജിത്ത് കുമാർ സാർ എത്തി, അതുപോലെ ജോൺസൺ മഞ്ഞളി ഫാമിലി എത്തിയിട്ടുണ്ട്. അവരുടെ മോനാണ് നിൽക്കുന്നത്, ഭാര്യയാണ് പിറകിൽ നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല ടെലിഫിലിമിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് കാസർഗോഡിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞു, പിന്നെ ഇറങ്ങാൻ പോവാണ്. അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചു, നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നു. നോർത്തിൽ വന്നിട്ട് ട്രെയിൻ കയറി നാട്ടിലോട്ടുള്ള വരുന്ന വഴിയിലെ വീഴ്സുമാണ്. അതുവരെ വീഡിയോ എടുത്തില്ലായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി അടുത്തൊരു വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം, ശുഭരാത്രി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.